ഒരു സർപ്രൈസ് ഉണ്ട്. നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. വൈഷ്ണവിന്റെ അടുത്ത് വ്ലോഗ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ആ ചെറുക്കനെ അല്ലെങ്കിൽ കണ്ണെടുത്താ കണ്ടുകൂടാ. ആക്ച്വലി കിച്ചുവിന് ഇച്ചിരി ഗ്ലോ കൂടുതലാണല്ലോ. ഓസയുടെ ബർത്ത്ഡേ ആക്ച്വലി സ്പെഷ്യൽ ആണോ? എനിക്ക് നേരെ മറിച്ചാ പറയാനുള്ളത്. അല്ലടോ, ഒരു വില കൂടിയ ഫേസ് മാസ്ക് ആണ് അത് ഇട്ടപ്പോ ഇങ്ങനെ. റെസല്യൂഷൻ കേൾക്കാം. എന്താ സംഭവം പറ കേക്കട്ടെ. മാക്സിമം നെഗറ്റീവ് എനർജി ലൈഫിൽ എടുത്ത് കളയുക. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. മാക്സിമം നെഗറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ 24 years ആയി. ഇനി എനിക്ക് വേണ്ട. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ലൈഫിൽ കുറെ നെഗറ്റീവ് എനർജി അനുഭവിക്കുകയാണല്ലേ ഇപ്പം? കുറെയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അനുഭവിക്കുന്നുണ്ട്. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? മാക്സിമം എടുത്ത് കണ്ട മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നുണ്ട്. മതി, നിർത്ത്. തോളിൽ നിന്ന് ചെവി നിന്നോ, പക്ഷെ തല മുഴുവനോടെ തിന്നല്ലേ കേട്ടോ. ഓക്കെ, അപ്പോ അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അത് ആൾക്കാരായാലും ശരി, ഒരു മെറ്റീരിയൽ സാധനമായാലും ശരി, ഞാൻ ഒഴിവാക്കി. നീ ഉറപ്പിച്ചിട്ടാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് മുമ്പ് ഉറപ്പിച്ചതാ. എനിക്ക് സന്തോഷമുള്ളൂ നിന്നെ പിരിയാൻ. ചിലവരെ ഒഴിവാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഇൻഡയറക്ട്ലി ഞാൻ പറഞ്ഞത്. കല്യാണം മുടങ്ങി അല്ലേ? 25 വയസ്സോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പെൺകുട്ടികളും എനിക്ക് എന്താ പറയണം? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. കൃഷ്ണനെ പോലെ ജീവിക്കുക പോലെ. പിന്നെ എന്റെ അസിസ്റ്റന്റ് ഈ ആള് കൊള്ളാലോടാ. എനിക്ക് പ്രശ്നം വയ്യ. എനിക്ക് മോനെ റഫീഖെ, തന്നെ പോലല്ല ഞാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ എത്താൻ ഞാൻ എന്തും ചെയ്യും. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് തീരും. അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം.